عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ചില ആഴ്ചകളിലായി നമ്മൾ സംസാരിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം ഒരു തിങ്കളാഴ്ചയായിരുന്നു. ആ തിങ്കളാഴ്ച ദിവസത്തിലെ ഫജ്ർ നമസ്കാരം പള്ളിയിൽ നടക്കുകയാണ്. ഫകശഫ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്രത്തുൽ ഹുജറ, അവിടുത്തെ ഹുജറയുടെ അറയുടെ വിരി നീക്കിക്കൊണ്ട് യൻദുറു ഇലൈന, സഹാബ പറയുകയാണ്, നബി ഞങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. സഫിൽ നിൽക്കുന്ന സഹാബത്തിനെ കണ്ടപ്പോൾ അവിടുത്തെ മുഖം തിളങ്ങുകയാണ് എന്ന് സഹാബികൾ പറയുകയാണ്. പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാൻ സാധിക്കാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സഹാബത്തിനെ കണ്ടപാടെ
ثم تبسم يضحك. അവിടുന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ട് അവസാനമായി ഒന്ന് ചിരിക്കുകയാണ്. فخممنا أن نفتنين من الفرح برؤية النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരികയാണോ എന്ന് സഹാബികൾ ചിന്തിച്ച് അവർ സന്തോഷിച്ചു എന്ന്. فنكس أبو بكر رضي الله عنه على عقبيه ليصل الصف. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നോട്ടെ, പള്ളിയിലേക്ക് നടന്നു വന്നോട്ടെ എന്ന് വിചാരിച്ച് സഹാബികളോടൊന്ന് സഫുകൾ കയറി നിൽക്കാൻ പറയുകയാണ്. സഹാബത്ത് അപ്പോഴും വിചാരിച്ചത് എന്തായിരുന്നു? ഞങ്ങളിലേക്ക് ഞങ്ങളുടെ നേതാവ് കടന്നു വരും, നിസ്കരിക്കാൻ വേണ്ടി വരും എന്നുള്ളതായിരുന്നു. പക്ഷെ അവരുടെ ധാരണയെ തെറ്റിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഫഅശാറ ഇലൈനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അൻ അതിമ്മു സ്വലാതക്കും, നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കുക, എനിക്ക് അങ്ങോട്ട് വരിക സാധ്യമല്ല എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞുകൊണ്ട് ആ നീക്കിയിരുന്ന കർട്ടൻ ക്ലോസ് ചെയ്യുകയാണ്. ആ അവസാനത്തെ നോട്ടവും കാഴ്ചയുമായിരുന്നു സഹാബത്തിന്റെ ആ ഒരു കാഴ്ച. ആ ദിവസത്തിലാണ് അവിടുന്ന് മരിക്കുന്നത്. അടുത്തൊരു നമസ്കാരത്തിന്റെ സമയം വരുന്നതിന് മുമ്പ്, അതായത് ളുഹറിന്റെ മുമ്പ്, ഒരു ളുഹാ സമയത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ ഹബീബ് വഫാത്താവുകയാണ്. വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് അവസാനമായി അവിടുന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു, അസ്വലാ അസ്വലാ അസ്വലാ. എന്റെ ഉമ്മത്തെ, നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. 3 പ്രാവശ്യമാണ് പറഞ്ഞത്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കണേ എന്ന് അവിടുന്ന് പറയുകയാണ്. കൂട്ടത്തിലൊരു കാര്യം കൂടി ചേർത്തു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. ഫീമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കീഴിലുള്ള അടിമകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഉടനെ തന്നെ മരിക്കാൻ വേണ്ടി ഏതാനും സമയങ്ങൾ ബാക്കി നിൽക്കെ അടുത്ത് ചെന്നുകൊണ്ട് മകൾ പറഞ്ഞ വാക്കാണ്, വാ കർബ അബാ, എന്റെ ഉപ്പാക്ക് എന്തൊരു വിഷമമാണ്, എന്തൊരു പ്രയാസമാണ്. ഇത് കേട്ട റസൂലുള്ളാഹി മകളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ മോളെ ഉപ്പാക്കിന് വേദനകളില്ല എന്ന് ചേർത്ത് പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നൊരു സംഭവമുണ്ട്. ആയിഷ ബീവിയുടെ മടിയിലാണ് ഹബീബ് കിടക്കുന്നത്. ഇന്ന മിൻ നിഅമില്ലാഹി അലൈ, അല്ലാഹു എനിക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു അനുഗ്രഹം അവർ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നത് വബൈന സഹരി വനഹരി, എന്റെ വയറിന്റെയും നെഞ്ചിന്റെയും ഇടയിലായിരുന്നു റസൂലുള്ളാഹിയുടെ തലയുണ്ടായിരുന്നത്. വഅന്ന അല്ലാഹ ജമഅ ബൈന റീഖി വറീഖിഹി ഇൻദ മൗതി, അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് എന്റെ ഉമിനീരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ആ മഹാസൗഭാഗ്യം അവർ പങ്കുവെക്കുന്നത് എങ്ങനെയാണ്? ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ആ വഫാത്തിന്റെ സമയത്ത് അവിടെ കയറി വരികയാണ്. അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു സിവാക്കുണ്ട്, ഒരു മിസ്വാക്ക് ചെയ്യുന്ന ഒരു അറാക്കിന്റെ കഷ്ണമുണ്ട്. വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയങ്ങളാണ്.
ആ അറാക്കിന്റെ കൊള്ളിയിലേക്ക് റസൂലുള്ള കണ്ണിനെ നോക്കുകയാണ്, നേരെ അറാക്കിലേക്ക് നോക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വഅറഫ്തു, ഞാൻ മനസ്സിലാക്കി, അന്നഹു യുഹിബ്ബു സിവാക്, റസൂലുള്ളാഹി കൊണ്ട് മിസ്വാക്ക് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി ആ നോട്ടം കണ്ടപ്പോൾ. ഞാൻ ഹബീബിനോട് ചോദിച്ചു, നബി നിങ്ങൾക്ക് മിസ്വാക്ക് വേണോ? ഫഅശാറ ബിറഅസിഹി അനിൻ നഅം, അല്ലാഹുവിന്റെ റസൂൽ തലയാട്ടിയിട്ട് വേണമെന്ന് പറഞ്ഞു. ഇസ്ലാം എത്രത്തോളമാണ് ശുദ്ധിക്കും പ്രത്യേകിച്ച് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഈ പ്രാധാന്യം എന്നുള്ളത് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ 5 നേരത്തെ വുളൂഇന്റെ സമയത്തും അവരോട് ഞാൻ മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. വഫാത്തിന്റെ സമയത്ത് പോലും അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ അവിടുന്ന് ബ്രഷ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം മാനിച്ച് അബ്ദുറഹ്മാനിന്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് മേടിച്ച് റസൂലുള്ളാഹിക്ക് കൊടുത്തു. പക്ഷെ ഞാനത് അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോൾ ആയിഷ ബീവി പറയാണ്, നല്ല ഹാർഡായ കട്ടിയുള്ളൊരു മിസ്വാക്കായിരുന്നു. ഫസ്തദ്ദ അലൈഹി, അത് നല്ല കഠിനമായ കട്ടിയുള്ളൊരു സാധനമായിരുന്നു. ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ ഞാനത് മാർദ്ദവമുള്ളതാക്കി ഒന്ന് കടിച്ച് ശരിയാക്കി തരണോ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് തല കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് എൻ്റെ വായിലിട്ട് കടിച്ച് സോഫ്റ്റാക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അതുകൊണ്ട് ബ്രഷ് ചെയ്തു. ജീവിതത്തിൽ അവസാനത്തെ ഒരു സുന്നത്തിനെ നടപ്പിലാക്കുകയായിരുന്നു. അവസാനത്തെ ബ്രഷ് ചെയ്യലായിരുന്നു. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവി പറഞ്ഞൊരു വാക്കാണ്, ഈ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അറാക്കിന്റെ കൊള്ളിയിൽ എൻ്റെ ഉമിനീരുണ്ടായിരുന്നു. ആ ഉമിനീരോട് കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വായിൽ ആ ബ്രഷ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ ബീവി തന്നെ പറയുന്നു, ഹബീബ് വഫാത്താകാൻ കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് റക്വത്തുൻ ഔ ഉൽബ, ഒരു തോലിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു വസ്തു കൊണ്ട് നിർമ്മിച്ച ഒരു തോൽപാത്രമുണ്ട്, അതിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് കൈകൾ ഇങ്ങനെ മെല്ലെ മുക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ശരീരത്തിലൂടെ തടവുകയാണ്. എന്നിട്ട് അവസാനമായി അവിടുന്ന് പറഞ്ഞൊരു വാക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. തൗഹീദിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞ വാക്കാണ് ഇന്ന ലിൽ മൗതി സകറാത്ത്. തീർച്ചയായും മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. സക്കറാത്തിലെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഭാഗത്ത് കാണാം, മരണസമയത്തുള്ള അർദ്ധബോധാവസ്ഥയാണ്, കൂട്ടിപ്പിടുത്തമാണ്, വല്ലാത്ത അവസ്ഥകൾക്കാണ് സക്കറാത്ത് എന്ന് പറയുക. അങ്ങനെ ഒരു വേദന മരണത്തിനുണ്ടേ അവിടുന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സക്കറത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഏതൊരാളുടെയും സമീപത്തേക്ക് ആ മരണവെപ്രാളം യാഥാർത്ഥ്യം കൊണ്ടുവരുന്നതാണ്. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത്, അതാകുന്നു ആ മരണം. ആ മരണം ലോകത്തിന്റെ ഹബീബിന്റെ അരികിലേക്ക് വരെ എത്തിച്ചേർന്നു എന്നല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. മരണത്തിന്റെ ഏറ്റവും നേരിയ വേദന അനുഭവിച്ച ആളാണ് നമ്മുടെ നേതാവ്. എന്നിട്ട് പോലും പറഞ്ഞതെന്താ, സഹിക്കാൻ കഴിയാത്ത വേദനയാണ് എന്ന്. അപ്പൊ നമ്മുടെ അരികിലേക്ക് ആ മലക്കുൽ മൗത്ത് വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് ഈ തരുണത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ആ സമയത്ത് അവിടുത്തെ കണ്ണ് മുകളിലേക്ക് നോക്കിയിട്ട് അവിടുന്ന് വീണ്ടും ഒരു വാക്ക് പറഞ്ഞു, വഫീ റഫീഖിൽ അഅ്ലാ, വഫീ റഫീഖിൽ അഅ്ലാ, അത്യുന്നതനായ എൻ്റെ കൂട്ടുകാരനിലേക്ക്, പദവിയിലേക്ക് ഞാൻ ഉയർന്നു പോവുകയാണ് എന്ന് അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, അല്ലാഹുവേ എന്നോട് നീ വർഹംനി കരുണ ചെയ്യണേ, വഅൽഹിഖ്നി നീ എന്നെ ചേർക്കണേ, ബിർറഫീഖിൽ അഅ്ലാ ഉന്നതനായ റഫീഖിന്റെ സ്ഥാനത്തേക്ക് എന്നെ നീ ചേർക്കണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിലെ ഒരു മഖ്ലൂഖിനും എത്തിപ്പെടാൻ കഴിയാത്ത പദവിയാണ് റഫീഖുൽ അഅ്ലാ. അവിടേക്കാണ് ഹബീബ് യാത്ര പോയത്.
ആ സമയത്ത് അവിടുത്തെ വിരലുകൾ ഇങ്ങനെ ചൂണ്ടിയിരുന്നു. സഹാബ പറയുന്നുണ്ട്, ആ ഉയർത്തിയ കൈ അവിടുന്ന് ആ ഉയർത്തിയ കൈ ഓട്ടോമാറ്റിക്കലി താഴേക്ക് വീഴുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുകയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ഒരു വിയോഗമാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു മുസീബത്തായി, ഒരു വലിയ ദുരന്തമായി വിശ്വാസി സമൂഹത്തിന്റെ മുന്നിൽ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു. അതാണ് ഒരു കവി പാടിയത്, ഫഇദാ ദക്കറതു മുസീബതൻ തസ്ലു ബിഹാ ഫദ്കുർ മസാബക ബിന്നബി മുഹമ്മദ്. നിന്റെ ജീവിതത്തിൽ നിന്ന് എന്തെന്ത് പ്രയാസങ്ങൾ അലട്ടുന്നുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ നീ ആ ഹബീബിന്റെ മരണത്തെ ഓർത്തുകൊണ്ട് അതിനേക്കാൾ വലിയ യാതൊരു പ്രയാസവും നിന്നെ ബാധിക്കാറില്ല. ആ സമയത്ത് ആ ഹബീബിന്റെ വഫാത്തിനെ ഓർത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇതെന്തിനാണ് ഈ റബീഉൽ അവ്വലിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പറഞ്ഞത്? ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, സങ്കടപ്പെടാനല്ല ഇത് പറഞ്ഞത്. വിശ്വാസികൾക്ക് സങ്കടപ്പെടാൻ അവധികളും ദിവസങ്ങളും കണക്കാക്കിയിട്ടുണ്ട്. ചില ആളുകൾ പറയും, നബിദിനമായി കഴിഞ്ഞാൽ, റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ ഹബീബിന്റെ വഫാത്ത് പറഞ്ഞുകൊണ്ട് ഇവർ ജനങ്ങളെ സങ്കടപ്പെടുത്തും. ഈ പറയുന്ന വിഭാഗത്തിന്റെ പള്ളികളിൽ റബീഉൽ അവ്വലിന്റെ 4 ഖുതുബകൾ വഫാത്തുൻ നബിയാണെന്നുള്ളത് നമ്മൾ ഓർത്തു പോകുന്നില്ല. നമ്മൾ എന്തിനാ റസൂലുള്ളാഹിയുടെ വഫാത്ത് പറയുന്നത്? ഇനിയും സങ്കടപ്പെട്ടിരിക്കണമെന്ന് പറയാനല്ല. റബീഉൽ അവ്വലിന്റെ അതിന്റെ മുമ്പുള്ള സഫറിന്റെ മാസങ്ങളിൽ, ദിനരാത്രങ്ങളിൽ ആ മദീനയുടെ മണ്ണിൽ സഹാബത്തിന്റെ അവസ്ഥകൾ, ഹബീബിന്റെ ജീവിതം, അത് അടിക്കടി റാലി വെച്ചുകൊണ്ടും മിഠായി വിതരണം ചെയ്തുകൊണ്ടും പായസം കുടിച്ചുകൊണ്ടുമുള്ള ദിനങ്ങളായിരുന്നില്ല എന്ന് പറയാനാണ്. ഇതായിരുന്നു അവിടുത്തെ ദിവസങ്ങൾ. സങ്കടപ്പെട്ടിരിക്കണമെന്ന് പറയാനല്ല. ചില ആൾക്കാർ പറയും സങ്കടപ്പെടാനാണ് പറയണത്. അല്ല, അതിൻ്റെയൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വിശ്വാസികൾക്ക് അതിൻ്റെതായ വിഷമമുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ സങ്കടപ്പെടണമെന്ന് പറയാനല്ല, മദീനയുടെ അന്നത്തെ അവസ്ഥ ഇതായിരുന്നു എന്ന് പറയാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഹബീബിന്റെ വഫാത്ത് നടന്നപ്പോൾ മദീനക്കൊരവസ്ഥ ഉണ്ടാവൂലേ? എന്തായിരുന്നു അത്? മദീനയിൽ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു എന്നാണ്. കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്നൊരു വിളക്ക് അണഞ്ഞു പോവുകയാണ്. സഹാബത്തിന് അതൊന്നുകൂടി ആഴത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഞാൻ ഈ പറയുന്നത് എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ ഹബീബിന്റെ വിയോഗം സഹാബത്തിനുണ്ടാക്കി എന്ന് പറയാൻ എൻ്റെ വായ കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്തതിൻ്റെയും അത്രയധികമായിരുന്നു. കാരണം സഹാബികൾക്ക് റസൂലുള്ള അവർക്ക് ദാഹിക്കുന്ന സമയത്ത് തൊണ്ടയിലേക്ക് ഒഴിച്ചിറക്കുന്ന ദാഹജലത്തിനേക്കാൾ വിലപ്പെട്ട വ്യക്തിയായിരുന്നു ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവനേക്കാൾ സ്നേഹിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. പ്രവാചകരുടെ വഫാത്തിന്റെ വാർത്ത കേട്ട സഹാബത്ത് ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചരിത്രത്തിൽ കാണുന്നത്. കാരണം ഈ വാർത്ത അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വഫാത്തായ നബിയെ ഒരു തുണി കൊണ്ട് മൂടുകയാണ്. ഒരു തുണി കൊണ്ട് മൂടുകയാണ്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് കടന്നു വരട്ടെ എന്ന് ആയിഷ ബീവിയോട് പെർമിഷൻ ചോദിക്കണം. ഓലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് അങ്ങോട്ട് വന്നോട്ടെ എന്നൊരു ഇസ്ലാമിക മര്യാദ എന്നാണ്. അടക്കം നമ്മൾ ശ്രദ്ധിക്കാൻ കുറെ മസാലകളുണ്ട്. പണ്ഡിതന്മാർ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എത്ര ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണെങ്കിലും ഒരു മര്യാദയുണ്ട്. ഓടിച്ചെല്ലരുത്, അനുവാദം ചോദിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതകും ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. ശുദ്ധ ഖുർആനിൽ വിശ്വാസികൾ ഒരു അദബായിട്ട് പഠിപ്പിച്ചാണ്. സ്വന്തം വീട്ടിലേക്കും അന്യ വീട്ടിലേക്കും കടക്കരുത്. സലാം പറഞ്ഞിട്ടും അനുവാദം ചോദിച്ചിട്ടുമല്ലാതെ അതിനെ പ്രാവർത്തികമാക്കുകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബത്ത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിനെ കണ്ടപ്പോ അള്ളാഹിന്റെ ഹബീബ് ബോധം കെട്ട് വീണു പോയല്ലോ, അബോധാവസ്ഥയിലായല്ലോ, മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റണില്ല, അബോധാവസ്ഥയിലായല്ലോ. മുഗീറ കൂടെയുള്ള മുഗീറയും നബിയെ ഒന്ന് നോക്കി. രണ്ടുപേരും നബിയെ കണ്ട് തിരിച്ചു പോരുമ്പോ വീടിന്റെ കവാടത്തിനടുത്ത് വെച്ച് മുഗീറ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. മുഗീറ ഉമറിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഉമർ മാത റസൂലുള്ളാഹ്. ഉമറേ, താങ്കൾക്ക് മനസ്സിലായോ നമ്മുടെ ഹബീബ് വഫാത്തായിരിക്കുന്നു? ഇത് കേട്ട ഉമർ പറഞ്ഞു, കദബത, കളവാടാ പറഞ്ഞത്, നീ പറഞ്ഞത് കളവാണ്, നീ ഫിത്നയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു മുഗീറ.
ഇവിടെയുള്ള മുനാഫിക്കുകളെ മുഴുവൻ നീക്കം ചെയ്യാതെ അല്ലാഹുവിന്റെ ഹബീബ് മരിക്കുകയില്ല. ചില മുനാഫിക്കുകൾ വാദിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന്. അതിൽ താങ്കൾ പെട്ടുപോകരുത് മോയെ, റസൂൽ വഫാത്തായിട്ടില്ല. എന്ത് കാരണം? അംഗീകരിക്കാൻ കഴിയുന്നില്ല. തന്റെ ഹബീബിന്റെ വഫാത്തിന്റെ വാർത്ത അംഗീകരിക്കാൻ കഴിയുന്നില്ല. വഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി മാ മാത്, ഇല്ല, നബി മരിച്ചിട്ടില്ല, അല്ലാഹുവാണ് സത്യം, നബി മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. പിന്നെ എന്താ റസൂലുള്ളാഹിക്ക് പറ്റിയ? മൂസാ നബി തൗറാത്ത് വാങ്ങാൻ തുരിസീന പർവ്വതത്തിലേക്ക് പോയതുപോലെ ഹബീബ് പോയതാണ്. തിരിച്ചു വരും 40 ദിവസം കഴിഞ്ഞാൽ അവിടെ നിന്ന് മടങ്ങി വരുമെന്നൊക്കെ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആരെങ്കിലും നബി മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ കയ്യിലുള്ള ഈ വാളിന് ഇരയാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ കാർക്കിച്ചു തുപ്പിയിരുന്ന, റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഒരു വാളേന്തി വന്നിരുന്ന ഉമറാണ് റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൊല്ലുമെന്ന് പറയുന്ന അഭൂതപൂർവമായ ഒരു മാറ്റം ആ മനുഷ്യ മനസ്സിൽ സൃഷ്ടിച്ചത് ഈ ഇസ്ലാമിന്റെ സന്ദേശങ്ങളാണ് എന്ന് ഈ തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ചില സഹാബികളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസിപ്പിച്ചത് എങ്ങനെ അറിയാം? അടുത്തുകൂടി ഇങ്ങനെ ചുറ്റും നടക്കും. ചുറ്റും നടന്നുകൊണ്ട് അവർ ഓതുകയാണ്, ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. നബിയെ, നിങ്ങൾ മരിക്കുന്നവരാണ്, അവരും മരിക്കുന്നവരാണ്, മുൻകഴിഞ്ഞു പോയ പ്രവാചകരും മരിക്കുന്നവരാണ്. ബിലാലിനെ പോലെയുള്ള സഹാബികളൊക്കെ ചുറ്റും നടന്നത് ഇങ്ങനെ ഓതുകയാണ്. മുമ്പ് ചെന്ന് പറയാൻ ധൈര്യമില്ല. പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ചെയ്യും. അങ്ങനത്തെ ഒരു പേടി കൊണ്ട് അവർ ഇങ്ങനെ ചുറ്റും നടക്കുകയാണ്. പക്ഷേ ഇതിനൊന്നും ചെവി കൊടുക്കാനുള്ളൊരവസ്ഥയിലായിരുന്നില്ല ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായത്. കാരണം മനസ്സ് പറയുന്നിടത്ത് ശരീരം നിൽക്കാത്തൊരവസ്ഥ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, എവിടെയായിരുന്നു ഹബീബിന്റെ ഉറ്റ സുഹൃത്തായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് ഞാൻ അബൂബക്കറിനെ ആയിരുന്നു എന്ന് പറഞ്ഞ അബൂബക്കർ എവിടെ? അദ്ദേഹം സുൻഹിലായിരുന്നു. സുൻഹ് എന്ന് പറയുന്ന പ്രദേശത്തിലായിരുന്നു അവസ്ഥയിൽ ഉണ്ടായിരുന്നത്. തന്റെ കുതിരപ്പുറത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹം എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഒരാളോടും ഒന്നും മിണ്ടാതെ ഹബീബിനെ ലക്ഷ്യമാക്കി അദ്ദേഹം ധൃതിയിൽ നടന്നുകൊണ്ട് ഹത്താ ദഖല ആയിഷ ബീവിയുടെ അരികിലേക്ക് പ്രവേശിച്ചു ചെല്ലുകയാണ്. കണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകം ചില വരകളുള്ള ഒരു തുണി കൊണ്ട് ഹബീബിനെ ഇങ്ങനെ ശരീരം മുഴുവൻ മൂടി വെച്ചിരിക്കുകയാണ്. ഫകശഫ അൻ വജ്ഹിഹി, മുഖത്ത് നിന്ന് ആ തുണി മെല്ലെ ഇങ്ങനെ മാറ്റിയിട്ട് സുമ്മ അകബ്ബ അലൈഹി ഫഖബ്ബലഹു ഫബകാ, അവിടുത്തെ 2 കണ്ണുകൾക്കിടയിൽ ഒരു മുത്തം വെച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ബി അമീ വഅൻത വഉമ്മീ യാ നബിയേ, നബിയെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എൻ്റെ ഉമ്മയെയും ഉപ്പയെയും അങ്ങേക്ക് ഞാനിതാ സമർപ്പിക്കുകയാണ് നബിയേ. ആ സമയത്ത് അദ്ദേഹം റസൂലുള്ളാഹിയോട് പറയാണ്, യാ നബിയല്ലാഹ്, വല്ലാഹി ലാ യജ്മഉ അല്ലാഹു അലൈക മൗതതൈനി അമ്മൽ മൗതതുല്ലതി കുതിബത അലൈക ഫഖദ് മുത്തുഹാ. അല്ലാഹു അങ്ങയുടെ മേൽ 2 മരണത്തെ ഒരുമിച്ച് കൂട്ടുന്നതല്ല നബിയേ, അങ്ങയുടെ മേൽ അല്ല നിശ്ചയിച്ച മരണമിതാ അങ്ങേക്ക് വന്നെത്തിയിരിക്കുന്നു. എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്? ആരോടാണ് ഈ പറയുന്നത്? വഫാത്തായ നബിയോടോ? അംഗീകരിക്കാൻ കഴിയാത്ത സഹാബത്തിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്, വഫാത്തായ നബിയോട് സംസാരിച്ചില്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു? കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ലേ ചോദിച്ചത്? അല്ല സഹോദര, അല്ല. ചുറ്റുമുള്ള അനിയന്ത്രിതമായി നിൽക്കുന്ന ഉമറിനെ പോലെയുള്ള സഹാബത്തിനെ കേൾപ്പിക്കലും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലുമായിരുന്നു ലക്ഷ്യം. അല്ലാതെ എന്തേ നബിക്ക് 2 മരണമല്ല, ഒരു മരണമുള്ളൂ എന്ന് നബിക്ക് അറിഞ്ഞൂടെ? നബിക്ക് ഇതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കിയിരുന്നു? ഇത് നബിയെ കൊച്ചാക്കണോ? ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഉമറിനെ പോലെയുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കണെന്താ? മാ മാത റസൂലുള്ളാഹ്, ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. ഇത് പറഞ്ഞത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇജ്ലിസ് യാ ഉമർ, ഇജ്ലിസ്, നിങ്ങളൊന്ന് ഇരിക്കൂ ഉമറേ, നിങ്ങളൊന്ന് ഇരിക്കൂ. ഫഅബാ ഉമർ അയജ്ലിസ്, ഇരിക്കാൻ വേണ്ടി അദ്ദേഹം വിസമ്മതിച്ചു, ഇരിക്കണില്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞിട്ടും കൂട്ടാക്കണില്ല.
ആ സമയത്ത് ജനങ്ങളെ മുന്നിട്ടുകൊണ്ട് അദ്ദേഹം പള്ളിയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക് ജനങ്ങളെ കൂട്ടിയിട്ട് ചെല്ലാൻ, ജനങ്ങളെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ തിരിഞ്ഞിരിക്കാൻ, ഹബീബിന്റെ കൂടെ ജീവിതത്തിന്റെ എല്ലാ സായം സന്ധ്യകളിലും ഇടപെട്ട് ഹിജ്റയ്ക്ക് എൻ്റെ കൂടെ പോരണോ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞ സഹാബിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി പറയുന്നുണ്ട്, ആ രാത്രി വന്ന് ഹബീബ് എൻ്റെ ഉപ്പയെ വിളിക്കുമ്പോൾ സന്തോഷം കൊണ്ട് ഒരാൾ കരയുമെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. ഹിജ്റക്ക് പോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണോ? പ്രയാസങ്ങളുടെ, പരീക്ഷണങ്ങളുടെ തീച്ചൂളകളോടുള്ള യാത്രയായിരുന്നില്ലേ ആ 8 ദിവസത്തെ ഹിജ്റ? അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ജീവിതത്തിലെടുത്ത റോള് ചെറുതാണോ? അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലെല്ലാം തൻ്റെ കൂടെയുണ്ടായിരുന്ന തൻ്റെ സ്വന്തം റസൂലുള്ളാഹി വഫാത്തായി കിടക്കുന്നത് കണ്ടിട്ട് സഹാബത്തിന് വിശ്വസിക്കാൻ കഴിയാതെ വന്നപ്പോ സഹാബത്തിനെ മുൻനിർത്തി അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് ഉപദേശം? ശ്രദ്ധേയമാണത്. ഫമൻ കാന മിൻകും യഅ്ബുദു മുഹമ്മദാ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇതാ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് മദീന മിമ്പറിലെ മസ്ജിദുൻ നബവിയുടെ പള്ളിയിൽ ഉപദേശം തുടങ്ങിയത്. വമൻ കാന മിൻകും യഅ്ബുദുല്ലാഹ വഇന്നല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അതല്ല, നിങ്ങൾ ലോകത്തിന്റെ നാഥനെയാണ് ആരാധിച്ചിരുന്നത്, അവൻ ഇന്നും മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായി മുകളിലുണ്ട് എന്ന് അദ്ദേഹം കൂടെ പറയുകയാണ്. ഖലല്ലാഹു തആല, കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത ഔ ഖുതില انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 144-ാമത്തെ വചനം അവിടെ ഓതിയിട്ട് ആ പ്രസംഗം അവസാനിപ്പിച്ചു. എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി വഫാത്താവുകയോ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടുകയോ ചെയ്താൽ നിങ്ങളുടെ മടമ്പും കാലുകളിൽ നിങ്ങൾ തിരിഞ്ഞു പോവുകയാണോ? മുഹമ്മദ് നബി നിങ്ങളിൽ ഒരു ദൂതനല്ലാതെ മറ്റാരുമില്ല. ഇനി ആരെങ്കിലും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലാഹുവിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നന്ദി ചെയ്യുന്നവർക്ക് അല്ലാഹു അപ്രകാരമാണ് പ്രതിഫലം കൊടുക്കുക എന്ന് പഠിപ്പിച്ചു. ഈ ആയത്ത് എവിടെ ഇറങ്ങിയതറിയ നിങ്ങൾ? ഈ ആയത്ത് അവതരിച്ചത് ഉഹദിലാണ്. ഈ ആയത്ത് അവതരിച്ചത് ഉഹദിന്റെ രണഭൂമിയിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണപ്പോ ഏതോ ഒരു ദുഷ്ടനായ ശത്രു വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് നബി മരണപ്പെട്ടു. അപ്പൊ സഹാബത്ത് പറഞ്ഞു, റസൂലുള്ളാഹി മരിച്ചോ? ഇനി നമ്മളിവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് അവർ പോയപ്പോ ഉഹദിൽ ഇറങ്ങിയ ആയത്താണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ അവർ തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ നഷ്ടം അവർക്ക് മാത്രമാണെന്നുള്ള വചനം. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ബൈഹാർട്ടാക്കിയ ആയത്താണ്. ഇത് കേട്ടപ്പോൾ സഹാബികൾ ഒരുമിച്ച് ആ ഉപദേശം കഴിഞ്ഞ് ഇറങ്ങിപ്പോയത് എങ്ങനെ അറിയോ? ഒരു വാക്ക് പറഞ്ഞിട്ടാണ്. എന്താണ് ആ വാക്ക്? വഖാല അല്ലാഹ് ലക അന്ന الناس لم يعلموا ان الله انزل هذه الايه حتى تلاها ابو بكر رضي الله عنه فتلقاها منه الناس كلهم. അല്ലാഹുവാണ് സത്യം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വചനം ഓതിയപ്പോൾ ആളുകൾ ഈ ആയത്ത് ആദ്യം കേൾക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു എന്ന്. ജനങ്ങളെല്ലാവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം ഉൾക്കൊള്ളുകയാണ്. ഫമാ അസ്മഉ ബശറൻ മിനൻ നാസി ഇല്ലാ യഖൂലുഹാ. അവിടെ നിന്ന് കേട്ട ഒരു സഹാബികളും ഇത് പറയാതെ ഇറങ്ങിപ്പോയിട്ടില്ല. ആദ്യമായി കേട്ടതുപോലെ തോന്നി. ഇത് പറഞ്ഞിട്ടാണ് സഹാബികൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ്. ഏതായത്ത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ഈ ആയത്ത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന്, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ പാഠം ഉൾക്കൊള്ളുന്ന വിശ്വാസി വൃന്ദത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا
لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. ഉമർ റളിയല്ലാഹു പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ആ വസിയത്ത്, ആ നസീഹത്ത് കേട്ടപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. അതിനു മുമ്പ് ഞാൻ സ്വയം നശിച്ചു പോകുമോ എന്നുവരെ എനിക്ക് തോന്നിപ്പോയി. എൻ്റെ കാലുകൾ തളർന്ന് കാൽമുട്ടുകളിൽ ഞാൻ മണലിൽ ഇങ്ങനെ ഇരുന്നു പോയി എന്ന് മഹാനായ ഉമർ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അലിംതു അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്. തീർച്ചയായും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, എൻ്റെ ഹബീബ് മരിച്ചിരിക്കുന്നു, വഫാത്തായിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനക്ക് രണ്ട് അവസ്ഥകൾ ഞങ്ങൾ കണ്ടിരുന്നു. ഷഹീദുഹു യൗമ ദഖലൽ മദീന. അതിലൊന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, മക്കയിൽ നിന്ന് കാതങ്ങൾ താണ്ടി മദീനയിലേക്ക് വന്ന റസൂലുള്ളാഹ് മദീനയിലേക്ക് വന്നപ്പോ മദീന വല്ലാത്തൊരു പ്രകാശപൂരിതമായിരുന്നു. ഹിജറ വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി തിരിച്ചു പോകുമ്പോ ഈ മദീനക്ക് വല്ലാത്തൊരു ഇരുട്ട് വന്നതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്ന് അവിടുത്തെ കൂടെ 10 കൊല്ലം സേവനം ചെയ്ത സഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് പറയുന്നത്, ഇനി അടുത്ത ഖലീഫ ആരാകണം എന്ന ചർച്ചയ്ക്ക് വേണ്ടി ബനൂ സാഇദയുടെ ഹാളിൽ മുഹാജിറുകളും അൻസ്വാറുകളും ഒരുമിച്ച് കൂടുകയാണ്. അഭിപ്രായങ്ങൾ പലതും കടന്നു വന്നു. അവസാനം റസൂലുള്ളാഹിയുടെ ഖലീഫയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഏൽപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാരണം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഖമില്ലാതെ കിടന്നപ്പോ ഇമാമായി നിർത്തിയത് അബൂബക്കറിനെയാണ്. രണ്ടാമത്തെ കാരണം അവർ പറഞ്ഞത്, റസൂലുള്ളാഹി ഹിജ്റ പോകാൻ സെലക്ട് ചെയ്തത് അബൂബക്കറിനെയാണ്. മൂന്നാമത്തെ കാരണം പറഞ്ഞത്, സൗർ ഗുഹയിൽ ഹബീബിന്റെ കൂടെ ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചിരുന്നത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. സഹാബത്ത് ഹബീബിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ കുളിപ്പിക്കാൻ വേണ്ടി സഹാബത്ത് ഒരുങ്ങുമ്പോൾ ജനാസ കുളിപ്പിക്കുന്നത് ആരൊക്കെയാണ്? അലി റളിയല്ലാഹു അൻഹുവാണ്, അവിടുത്തെ മരുമകനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്, ഫളൽ ബിൻ അബ്ബാസാണ്. സ്വാലിഹ് റളിയല്ലാഹു അൻഹുവാണ്. ഇവരാണ് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുന്നത്. ഇവർ പരസ്പരം മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പറഞ്ഞുവത്രേ, അല്ലാഹ് മാ തദ്രി അൻ നുജർരിദു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സിയാബിഹി കമാ നുജർരിദു മൗതാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച ഒറ്റ വസ്ത്രത്തിലായി കുളിപ്പിക്കണോ, അതല്ല വസ്ത്രം മുഴുവനായി അഴിച്ചു മാറ്റണോ? ഒറ്റ വസ്ത്രത്തിൽ കുളിപ്പിക്കണോ, അതല്ല ഡ്രസ്സ് നീക്കം ചെയ്യണോ എന്നായിരുന്നു അവരുടെ സംശയം. അവർ വല്ലാത്ത സംശയത്തിലായി. ചരിത്രങ്ങളിൽ കാണാം, അൽഖല്ലാഹു അസ്സ വജല്ല നൗം. ഈ 4 പേർക്കും അല്ലാഹു ഒരു ഉറക്കം നൽകുകയാണ്. എത്രത്തോളമാണ് ഉറങ്ങിയതെന്നോ അവരുടെ താടിയല്ലുകൾ നെഞ്ചിലേക്ക് കുത്തുമാറുള്ള തൂങ്ങിയുറക്കമാണ് ആ സഹാബികൾ അവിടെ ഉറങ്ങിയത്. പറയുന്നതാരാണെന്നറിയാത്തൊരു അശരീരി അവൾക്ക് കേൾക്കുകയാണ് അവിടെ. ഇത് കേട്ടപ്പോഴാണ് അവർ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. എന്താണ് ആ ഉറക്കത്തിൽ നിന്ന് അവർ കേട്ട ആ അശരീരിയിൽ കേട്ടത്? അനിഅസിലു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈഹി സിയാബഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ വസ്ത്രങ്ങൾ നിങ്ങൾ നീക്കം ചെയ്യണ്ട, ആ വസ്ത്രത്തിന്റെ മുകളിലൂടെ തന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ചോളൂ. ഇതാണ് അവർ കേട്ടത്. ഫഖാമു ഇലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അവർ കുളിപ്പിക്കാൻ ചെല്ലുകയാണ്. ആ ഖമീസിട്ട രൂപത്തിൽ തന്നെ ഹബീബിനെ കുളിപ്പിക്കുകയാണ്. യസ്ബൂനൽ മാഅ ഫൗഖൽ ഖമീസ്. ആ വസ്ത്രത്തിന്റെ മുകളിലൂടെ അവർ വെള്ളമൊഴിക്കുകയാണ്. ഈ രംഗം കണ്ട ആയിഷ ബീവി പറയുന്നുണ്ട്, വരാൻ പോകുന്ന സംഗതികൾ മുമ്പേ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹബീബിന്റെ ഭാര്യമാർ തന്നെ ഹബീബിന്റെ മയ്യത്ത് കുളിപ്പിക്കുമായിരുന്നു. എന്താണ് ഇതിന്റെ ഉദ്ദേശം? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുളിപ്പിക്കാം, സ്പർശിക്കാം, ഔറത്ത് കാണാം എന്നൊക്കെയുള്ള ചില മസലകൾ പണ്ഡിതന്മാർ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മഹാനായ അലിയാരി തങ്ങൾ പറയുന്നു,
ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലത്തും എന്തൊരു സുഗന്ധമാണ് അവിടുത്തെ ശരീരം, വഫാത്തായിട്ടും അവിടുത്തെ ശരീരം എന്തൊരു സുഗന്ധമാണ്. കുളിപ്പിക്കലൊക്കെ കഴിയുകയാണ്. പിന്നെ എന്തുണ്ടായി? ആയിഷ ബീവി പറയുകയാണ്, 3 വെളുത്ത വസ്ത്രത്തിലാണ് ഹബീബിനെ കഫൻ ചെയ്തത്. അതിൽ കുപ്പായമുണ്ടായിരുന്നില്ല, അമാമയുണ്ടായിരുന്നില്ല, തലപ്പാവുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സഹാബത്ത് ജനാസ നമസ്കരിക്കുകയാണ്. ജനാസയെല്ലാം നമസ്കരിച്ചു കഴിഞ്ഞു. പിന്നീട് പുരുഷന്മാരുടെ നമസ്കാരം കഴിഞ്ഞ് സ്ത്രീകൾ നമസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനിടയിൽ തർക്കമുണ്ടാവുകയാണ്. ഇനി ഹബീബിനെ എവിടെയാണ് മറമാടേണ്ടത്? ചില അഭിപ്രായങ്ങൾ വന്നു. ചിലർ പറഞ്ഞു മക്കയിലല്ലേ അവിടുന്ന് ജനിച്ചു വളർന്നത്, അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് സഹാബത്ത് പറഞ്ഞു. ചില സഹാബികൾ പറഞ്ഞു അല്ല, ബഖീഇലേക്കാണ് കൊണ്ടുപോകേണ്ടത്, അവിടെയല്ലേ ഹബീബിന്റെ അനുചരന്മാരുള്ളത്, അങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇഖ്തലഫൂ ഫീ ദഫനിഹി, അവിടുത്തെ മറമാടുന്ന വിഷയത്തിൽ സഹാബത്ത് ഭയങ്കര തർക്കത്തിലായി. വലിയ തർക്കത്തിൽ, കലഹത്തിലേക്ക് വരെ എത്തിച്ചേരുകയാണ്. അവിടെയും ഇടപെട്ടതാരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, സമിഅ്തു മിൻ റസൂലില്ലാഹി ശൈഅൻ മാ നസീതുഹു, ഹബീബ് പറയുന്നത് ഞാൻ കേട്ടത് ഇപ്പോഴും മറന്നിട്ടില്ല. മാ ഖബലല്ലാഹു നബിയ ഇല്ലാ ഫീ മൗദൂഇ അല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീഹി, ഏതൊരു പ്രവാചകനും അവർ മരിച്ചിടത്താണ് മറമാടേണ്ടത്. ആയിഷ ബീവിയുടെ റൂമിലാണ്. ആയിഷ ബീവിയുടെ റൂമിൽ കിടന്നിരുന്ന ആ കട്ടിൽ ഹബീബിന്റെ ശരീരം മെല്ലെ പൊക്കി ആ കട്ടിൽ മാറ്റി അവിടെ കബർ കുഴിച്ച് ആയിഷ ബീവിയുടെ റൂമിലാണ് ഹബീബിനെ മറമാടിയത്. ആ റൂമിലാണ്. കണ്ടോ, ഇതൊക്കെ സംശയം ഉണ്ടായപ്പോഴും ഹബീബിന്റെ ആ ഷറഫാക്കപ്പെട്ട ബോഡി ഭൂമിയുടെ തൊലിക്ക് പുറത്തുണ്ടായിട്ടും സഹാബത്ത് ഹബീബിനോട് ചോദിച്ചില്ല. എന്നാലൊക്കെ ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഹബീബ് മരിച്ചാലൊക്കെ കേൾക്കുന്നുള്ള വിശ്വാസമായിരുന്നു ഓൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഹബീബിനോട് ഓല് ചോദിക്കൂലേ? നബിയെ ഭയങ്കര തർക്കത്തിലാണ് ഞങ്ങൾ. എന്തെങ്കിലുമൊക്കെ ഇസ്ലാമികരമായിട്ട് തർക്കം ഉണ്ടാകുമ്പോൾ നബിയോടല്ലേ അവർ ആദ്യം ചോദിക്കല്? എന്തേ ഹബീബിനോട് ചോദിക്കാതിരുന്നേ? ഓൽക്കറിയാം, കേൾക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഹബീബ് ഉണ്ടായിരുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ ചേർത്താലേ ഇന്നത്തെ വിഷയം പൂർത്തിയാവുകയുള്ളൂ. ഖബർ കുഴിക്കുന്ന സമയമായപ്പോൾ സഹാബത്തിനിടയിൽ വീണ്ടും തർക്കമായി. എങ്ങനെയുള്ള ഖബർ വേണമെന്നുള്ളതായിരുന്നു തർക്കം. എങ്ങനെയുള്ള ഖബർ വേണം? ഷക്കായ ഖബർ വേണോ, ലഹദായ ഖബർ വേണോ എന്നുള്ളതാണ്. ഷക്കായ ഖബർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാടുകളിൽ ഖബർസ്ഥാനുകളിൽ കാണുന്ന ഖബറാണ്. ഒന്ന് ഇടുങ്ങിയ ഒരു കുഴി കുഴിച്ച് വീണ്ടും ഒരു ഇടുങ്ങിയ കുഴി താഴേക്ക് കുഴിക്കുന്ന രൂപമാണ് ഇടുങ്ങിയ ഖബർ, ഷക്കായ ഖബർ. ലഹദായ ഖബർ എന്ന് പറഞ്ഞാൽ ഖബർ കുഴിച്ച് വീണ്ടും ഉള്ളിലേക്ക് തുറന്ന് വെക്കുന്നൊരവസ്ഥക്കാണ് ലഹദായ ഖബർ എന്ന് പറയാം. അങ്ങനെയുള്ള ഖബർ വേണോ എന്നുള്ള ചർച്ച സഹാബത്തിനിടയിൽ വരികയാണ്. ആയിഷ ബീവി പറയുകയാണ്, സഹാബത്തിൽ ചർച്ച ചെയ്ത് അവിടെ ശബ്ദമുയർന്നു. ആയിഷ എന്ന് പറഞ്ഞില്ല, അത്തസ്ഖബു ഇൻദ റസൂലില്ലാ, ഹബീബിന്റെ അടുക്കൽ നിങ്ങൾ ശബ്ദമുയർച്ചല്ലേ, ഹയ്യം വ മയ്യിത, ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും അതപകടമാണത്, ചെയ്തു പോകരുത്, അതുകൊണ്ട് ശബ്ദം താഴ്ത്തി സംസാരിക്കൂ എന്ന് സഹാബത്തിനോട് പറഞ്ഞൊരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത പണിയില്ല, 2 ഖബറും കുത്തുന്ന ആളുകളെ സമീപത്തേക്ക് ആളെ പറഞ്ഞയച്ചു. ലഹദായ ഖബർ കുഴിക്കുന്നവരുടെയും ഷക്കായ ഖബർ കുഴിക്കുന്ന ആളുകളുടെയും അടുക്കലേക്ക് ആളുകളെ പറഞ്ഞയച്ചു. ആദ്യം ഇങ്ങോട്ട് വരുന്നതാരാണോ ആ ആളുകൾ ആ രൂപത്തിലുള്ള ഖബർ കുത്തട്ടെ എന്നായിരുന്നു ബുദ്ധിമാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം. പക്ഷേ ആദ്യം അവിടെ എത്തിയത് ലഹദായ ഖബർ കുത്തുന്ന അബൂ തൽഹത്തുൽ അൻസാരി ഇതിന്റെ നേതൃത്വത്തിലുള്ള സഹാബികളാണ്. അവർ റസൂലുള്ളാഹിക്ക് വേണ്ടി ലഹദായ ഖബറിലേക്ക്, പിന്നീട് ഖബറുമായി മറമാടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലയിൽ ഇസ്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞ കുറെ മര്യാദകളാണ് ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ വഫാത്തുമായുള്ള ഖുതുബയിൽ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മുത്തബിഉ സുന്നകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കപ്പെട്ട എല്ലാ സുന്നത്തുകളെയും ജീവിതത്തിൽ പരമാവധി ഉൾക്കൊള്ളുന്ന യഥാർത്ഥ പ്രവാചക സ്നേഹികളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കാനും, തെറ്റാണെന്ന് മനസ്സിലായാൽ അതിൻ്റെ എല്ലാ ഗൗരവത്തോടെയും അതിനെ മാറ്റിവെച്ച് സത്യത്തിലേക്ക് മടങ്ങി സ്വർഗത്തിൻ്റെ കക്ഷികളായി ജീവിക്കാനുള്ള മഹത്തായ തൗഫീഖിനെ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമ്മുടെ കൂട്ടത്തിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു നിർഭയത്വമുള്ള സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അല്ലാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ സാധുക്കളായ പാപികളായ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനനുസൃതമായ ജീവിതം ദുനിയാവിൽ കാഴ്ചവെക്കാനുള്ള മഹത്തായ തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്തും അല്ലാഹുവിന്റെ അലംഘനീയമായ മരണത്തിന്റെ മുമ്പിൽ കടന്നു കൊടുക്കേണ്ടി വന്നാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് സ്വർഗത്തിൽ നമ്മുടെ മഖഅദും കണ്ടു മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.